വേലിയേറ്റ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പി.എ. സഗീറിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് എ.ഐ.സി.സി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനുഷി അധ്യക്ഷത വഹിച്ചു. ജോസഫ് മാർട്ടിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി, ദിലീപ് കുഞ്ഞുകുട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജ തോമസ് ബാബു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശോഭ ജോസഫ്, സുമിത് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് നീക്കാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. തിരിച്ചടിക്കും കട്ടായം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ന്യായമായൊരു സമരത്തെ അടിച്ചമർത്താൻ നോക്കിയെന്നാൽ പോക്കുകൊണ്ടും അടിച്ചമർത്താൻ നോക്കിയെന്നാൽ തിരിച്ചടിക്കും കട്ടായം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഇന്നലെ ഉണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്നലെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജേക്കബ് ചേട്ടന്റെ നേതൃത്വത്തിൽ ചെല്ലാനം പഞ്ചായത്തിലെയും കുമ്പളങ്ങി പഞ്ചായത്തിലെയും തോപ്പുംപടിയിലെയും പള്ളുരുത്തിയിലെയും കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വെള്ളപ്രശ്നം സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ, കുമ്പളങ്ങിയിലെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരും അതുപോലെ ചില താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും ഏതാണ്ട് 2 അടി പൊക്കത്തിൽ ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. 11 മണിയാകുമ്പോൾ വേലിയേറ്റം ആരംഭിക്കുകയും രാത്രികാലങ്ങളിൽ ജനങ്ങൾക്ക് ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കൊച്ചുകുട്ടികൾക്ക് കട്ടിലിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരുടെ സ്കൂളിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ ഹോംവർക്കുകൾ ചെയ്യേണ്ട അവസ്ഥ, വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടുകൾ, ഇതെല്ലാം ഈ ഓരുവെള്ള പ്രശ്നം മൂലമാണ് സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.